ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഏത് മീൻ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ വൈറ്റ് ട്യൂണയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടുതലും ചേർക്കുന്നത് ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് കൂടാൻ സഹായിക്കും. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ഫിഷ് ഫ്രൈ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ മസാലയൊക്കെ ഫിഷിൽ നന്നായിട്ട് പിടിച്ചിരിക്കാനായിട്ടും സഹായിക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെ കൈ വെച്ചിട്ടോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മസാലയെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. അപ്പം കൈവച്ച് പുരട്ടിയെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പം ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മുടെ മീനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഫിഷ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും ഇങ്ങനെ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഇനി പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫിഷ് ഫ്രൈ എപ്പോഴും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ആയിരിക്കും. അപ്പം നമുക്കിനി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുമ്പം എപ്പോഴും സിമ്മിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. തീ ഒരുപാടായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പം നമുക്ക് സിമ്മിലിട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തുമില്ല. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നല്ലതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ആ സ്മെല്ല് മാറി കിട്ടാനും നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ ഫിഷ് ഫ്രൈ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ്. അപ്പം ഞാൻ ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ പ്ലീസ്. അപ്പം ഇതേ കണ്ടോ, നമ്മുടെ ഫിഷ് എല്ലാം നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം എടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മസാലയെല്ലാം നല്ല കോട്ടായിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.